UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ അപരനിൽ ഒരാൾ CPM ലോക്കൽ കമ്മിറ്റി അംഗം. CPM പാറത്തോട് ലോക്കൽ കമ്മിറ്റി അംഗം ഫ്രാൻസിസ് ജോർജാണ് ഇന്നലെ നാമനിർദ്ദേശ പത്രിക നൽകിയത്. ഫ്രാൻസിസ് ജോർജാണ് അപരനായി പത്രിക സമർപ്പിച്ച മറ്റൊരു സ്ഥാനാർത്ഥി. ജെന്റിൽമാൻ പൊളിറ്റിക്സിന് ഘടകവിരുദ്ധമായ കാര്യമാണ് കോട്ടയത്ത് നടക്കുന്നതെന്ന് ഫ്രാൻസിസ് ജോർജ് പ്രതികരിക്കുന്നു. LDF അറിഞ്ഞിട്ടല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയതെങ്കിൽ മത്സരിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഫ്രാൻസിസ് ജോർജ് ആവശ്യപ്പെട്ടു. ഈ രണ്ട് പാർട്ടികളും അതല്ലെങ്കിൽ LDF അറിഞ്ഞല്ല ഇവർ മത്സരിക്കുന്നത് എങ്കിൽ അവർക്കെതിരെ ഇന്ന് തന്നെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും. കാരണം അവർ മത്സരിക്കുന്നത് അവരുടെ തന്നെ പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടി ഉൾപ്പെടുന്ന മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കെതിരായിട്ടാണ്. അതൊരു ഗുരുതരമായ അച്ചടക്കലംഘനമാണല്ലോ. മനസ്സറിവുണ്ടെങ്കിൽ വളരെ മോശമായ ഒരു നിലപാടായിപ്പോയി ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏത് ചിഹ്നം കിട്ടിയാലും ഞങ്ങളുടെ പ്രവർത്തകർ വീട് വീടാന്തരം കയറിയിറങ്ങി അത് പ്രചരിപ്പിക്കും, പഠിപ്പിക്കും. അതുകൊണ്ടൊന്നും തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റവും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഷിനോജ് എസ് ടി വിവരങ്ങളുമായുണ്ട്. ഷിനോജ്, മുൻപ് മുഹമ്മദ് റിയാസിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത്. അന്ന് റിയാസിന് കിട്ടിയ വോട്ടും റിയാസിന്റെ പേരിൽ ഉണ്ടായിരുന്ന റിയാസിന്റെ അപരന് കിട്ടിയ വോട്ട്, റിയാസ് തോറ്റ വോട്ടും, അതായത് ഭൂരിപക്ഷവും ഒപ്പം തന്നെ റിയാസിന്റെ അപരൻ നേടിയെടുത്ത വോട്ടുകളുടെ എണ്ണവും അന്നുൾപ്പെടെ ഒരുപാട് സമയത്ത് ഇത്തരത്തിൽ അപരന്മാർ വോട്ട് പിടിക്കുന്നത് തോൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വിജയത്തിൽ വലിയ ഒരു നിർണായക പങ്ക് വഹിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു അപരൻ കോട്ടയത്തുണ്ടാകുന്നത്. എന്താണ് ഫ്രാൻസിസ് ജോർജ് പറയുന്ന കാര്യങ്ങൾ, എന്താണ് അതിൽ LDFന്റെ മറുപടി എന്താണ്? അക്ഷയ, ഈ കോട്ടയത്തെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫ്രാൻസിസ് ജോർജിന് രണ്ട് അപര സ്ഥാനാർത്ഥികളാണുള്ളത്. അത് ഫ്രാൻസിസ് ജോർജ്, ഫ്രാൻസിസ് ജോർജ് എന്നീ പേരുകളിലാണ് ഈ അപരന്മാർ. ഈ സാധാരണ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അപര സ്ഥാനാർത്ഥികൾ നിർത്തുന്ന സമയത്ത് രാഷ്ട്രീയ ചായ്വുള്ള ആളുകളെയൊക്കെ നിർത്താറുണ്ട്. ഇത് ഇപ്പോൾ രണ്ടുപേരും നിർത്തിയിരിക്കുന്നത് LDFന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളെ തന്നെയാണ് ഇപ്പോൾ അപര സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് CPM പാറത്തോട് ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം കാഞ്ഞിരപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന പാറത്തോട് ലോക്കൽ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഈ ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്നത്. മറ്റൊരാൾ ഫ്രാൻസിസ് ജോർജ് ആണ്. ഇദ്ദേഹം തൃശ്ശൂരിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഇത്തരത്തിൽ രണ്ടുപേരാണ് ഇപ്പോൾ ഫ്രാൻസിസ് ജോർജിനെതിരായി അപരസ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. എന്തായാലും ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫ്രാൻസിസ് ജോർജിന് ഇതുവരെ ചിഹ്നം ലഭ്യമായിട്ടില്ല. ചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുന്ന ചിഹ്നമാണ് ഫ്രാൻസിസ് ജോർജിന് കിട്ടാൻ പോകുന്നത്. അതിന് ഇനിയും ഏകദേശം ഒരാഴ്ചയോളം സമയമെടുക്കും. അത്തരത്തിൽ ചിഹ്നം കിട്ടുന്ന സമയത്ത് ഫ്രാൻസിസ് ജോർജിന് കിട്ടുന്ന ചിഹ്നം, ഫ്രാൻസിസ് ജോർജ് ആവശ്യപ്പെടുന്ന ചിഹ്നത്തോട് സാമ്യമുള്ള ചിഹ്നമാണ് ഈ മറ്റ് രണ്ട് അപര സ്ഥാനാർത്ഥികളും ആവശ്യപ്പെടുന്നതെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടിയാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് കഴിഞ്ഞ ഏറ്റവും അവസാന ഏകദേശം 44 വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് കേരള കോൺഗ്രസും മത്സരിച്ച സമയത്ത്, മൂവാറ്റുപുഴയിൽ മത്സരിച്ച സമയത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് ആനയും കുതിരയും ഒട്ടകവും ഒക്കെ ആയിരുന്നു അന്നത്തെ ചിഹ്നം എന്ന് പറയുന്നത്. കുതിരയ്ക്ക് കുത്തിയതും ഒക്കെ ഒട്ടകവും കൊണ്ട് വോട്ട് കൊണ്ടുപോയതൊക്കെ കഥകളൊക്കെ ഓർമ്മയുണ്ട്. കാരണം അന്ന് ഏറ്റവും നിർണായക ശക്തിയായി മാറിയതും ഈ അപര സ്ഥാനാർത്ഥിയായിരുന്നു. അത് ഇത്തരത്തിലൊരു സമാനമായ സാഹചര്യത്തിലേക്കാണ് കോട്ടയത്ത് നിലവിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പോകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ രണ്ട് അപര സ്ഥാനാർത്ഥികൾ വരുമ്പോൾ നിലവിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫ്രാൻസിസ് ജോർജിന് ലഭ്യമാകുന്ന ചിഹ്നത്തിന് സമാനമായ ചിഹ്നമാണോ ഇത്തരത്തിൽ ഇവർക്ക് രണ്ടുപേർക്ക് കിട്ടുകയാണെങ്കിൽ അത് UDFനെ സംബന്ധിച്ച് ആശങ്കയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമായിരിക്കും. ശരി, ഷിനോജ് എസ് ടിയാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും ഷിനോജ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അപരന്മാർ ഉണ്ടാക്കിയ പൊല്ലാപ്പ് ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇത്തവണയും പല മണ്ഡലങ്ങളിലും ഈ അപരന്മാരുണ്ട്. കോട്ടയത്ത് അത് ഈ പറയും പോലെ ചിഹ്നം ഉൾപ്പെടെയുള്ളത് കാര്യം എന്തെന്നുള്ള ഇനിയും ഫ്രാൻസിസ് ജോർജിന്റെ കാര്യത്തിൽ അറിയാൻ ഇരിക്കെയാണ് ഇത്തരത്തിൽ അപരന്മാരുണ്ടാകും. അതുകൊണ്ട് പ്രശ്നം വലിയൊരാശങ്കയായി തന്നെ കുറച്ചു അധികം പൊല്ലാപ്പാകുമെന്നതിൽ സംശയമില്ല.